നമസ്കാരം. ഭരണം മാറിയെങ്കിലും പോലീസ് മാറിയിട്ടില്ല. തുടരുന്നത് ഇപ്പോഴും പിണറായി പോലീസ് തന്നെ എന്ന് തെളിയിക്കുന്ന സംഭവം അടൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തു വരികയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PB ഹർഷകുമാറിനെതിരെ ഫേസ്ബുക്കിലൂടെ നിരന്തരം പോസ്റ്റിട്ട അഭിഭാഷകനെ വഞ്ചൂർ കോടതിയിൽ ചെന്ന് പൊക്കിയ അടൂർ പോലീസ് പിടിച്ചത് മുട്ടൻ പുലിവാലാണ്. CPM സ്നേഹിയായ അടൂർ SHO അജയനാണ് ഹർഷകുമാറിന്റെ പരാതിയിൽ അഭിഭാഷകനെ വഞ്ചൂർ കോടതിയിൽ ചെന്ന് പിടികൂടാൻ ശുഷ്കാന്തി കാണിച്ചത്. ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പോലീസിന് കേസെടുക്കാൻ കഴിയില്ല എന്നിരിക്കെയാണ് SHOയുടെ കാക്കിക്കുള്ളിലെ സഖാവ് ഉണർന്നതും അഭിഭാഷകനായ ഗിരീഷ് ദാസിനെ കോടതി പരിസരത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തതും. വിവരമറിഞ്ഞ് ഗിരീഷ് ദാസിനൊപ്പം 2 അഭിഭാഷകരും ഒപ്പമെത്തി. പഴകുളത്തെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് PB ഹർഷകുമാർ സ്വീകരിച്ചതും ചെയ്തതുമായ കാര്യങ്ങൾ സംബന്ധിച്ച ഫോൺ സംഭാഷണമാണ് ഗിരീഷ് ദാസ് ഫേസ്ബുക്ക് വഴി നിരന്തരം പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. കൂടാതെ ഹർഷനെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതിലെ ചില സംഭാഷണങ്ങൾ ഹർഷന്റെ സ്വഭാവശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത് കൂടിയായിരുന്നു. ഇതൊക്കെ നാട്ടുകാർ അറിഞ്ഞ് നാണക്കേടായതോടെ ഹർഷൻ പരാതി നൽകി. പോലീസിന് ഇടപെടാവുന്ന കാര്യമല്ലാതിരുന്നിട്ട് കൂടി SHO അജയന്റെ സഖാവ് സ്നേഹം ഉണർന്നു. അങ്ങനെയാണ് അഭിഭാഷകനെ പിടികൂടി സ്റ്റേഷനിൽ എത്തിച്ചത്. കൊണ്ടുചെന്ന് വിവരങ്ങൾ ചോദിച്ചപ്പോഴാണ് പിടിച്ച പുലിവാൽ എത്രത്തോളം വലുതാണെന്ന് SHOയ്ക്ക് ബോധ്യമായത്. ഗിരീഷ് ദാസിന് വേറൊരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സംരക്ഷണം ഹൈക്കോടതി അനുവദിച്ചിട്ടുള്ളതാണ്. ഈ വിവരം SHO അറിഞ്ഞിരുന്നില്ല. ഇതോടെ നോട്ടീസ് നൽകി ഗിരീഷിനെ വിട്ടയക്കാൻ ശ്രമം തുടങ്ങി. പിന്നാലെ മറുനാടൻ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി സ്ഥിരീകരിച്ചു. ഇതോടെ എങ്ങനെയെങ്കിലും അഭിഭാഷകനെ വിട്ടാൽ മതിയെന്നായി. ഇതിനിടെ അഭിഭാഷകന്റെ ഭാര്യയായ മുൻ KPCC അംഗവും സ്റ്റേഷനിൽ വന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് SHOയ്ക്ക് വിളി വന്നു. പക്ഷേ എടുത്തില്ല. നോട്ടീസ് നൽകി വിടാമെന്ന് SHO താണുകേട് പറഞ്ഞിട്ടും കൂട്ടാക്കിയില്ല. ഈ രാത്രിയിൽ ഇനി എങ്ങോട്ടുമില്ല എന്നായിരുന്നു ഗിരീഷ് ദാസിന്റെ ഒപ്പം വന്ന അഭിഭാഷകരുടെയും തീരുമാനം. കസ്റ്റഡിയിലിരിക്കുന്ന അഭിഭാഷകന്റെ ചിത്രമെടുക്കാൻ DYFI നേതാക്കൾ സ്റ്റേഷനിൽ വന്നു. എന്നാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ നേതൃത്വത്തിൽ അവിടെയുണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചതോടെ ഇവർ ഭയന്ന് സ്ഥലം വിട്ടു. ഒരു DYFI നേതാവ് ഇതിനോടകം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും നിമിഷങ്ങൾക്കകം അത് പിൻവലിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് പത്തനംതിട്ട SP നേരിട്ട് സ്റ്റേഷനിലെത്തി അഭിഭാഷകനുമായി ചർച്ച നടത്തി. തുടർന്ന് ഇന്ന് രാവിലെ അഭിഭാഷകനെയും കുടുംബത്തെയും ഒപ്പം വന്ന അഭിഭാഷകരെയും പോലീസ് വാഹനത്തിൽ ശാസ്താംകോട്ടയിലെ വീട്ടിലെത്തിച്ച് തലയൊരുകയായിരുന്നു. പോലീസിനെതിരെ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് അഭിഭാഷകൻ. ഭരണം മാറിയെങ്കിലും CPMന്റെ പോലീസ് തന്നെയാണ് ഇപ്പോഴും സ്റ്റേഷനുകളിലുള്ളത് എന്ന ആരോപണം ബലപ്പെടുന്ന ഒരു സംഭവം കൂടിയാണിത്.